എന്റെ വീഡിയോ 90s കിഡ്സ് ആരൊക്കെ കാണുന്നുണ്ടെന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് കമന്റ് ചെയ്തിട്ടുണ്ടാവും. അവർക്ക് ഞാൻ ഈ പറയുന്ന ആ ഒരു ഫീല് ശരിക്കും മനസ്സിലാവും. കാരണം വെച്ച് കഴിഞ്ഞാൽ ഞങ്ങളുടെയൊക്കെ കാലഘട്ടത്തില് ടിക്കറ്റ് എടുക്കാനൊക്കെ ആയിട്ട് ഗ്യാങ് കൂടി, അതായത് ഭയങ്കരമായിട്ട് നമ്മുടെ ഒരു ബോണ്ടിങ് ഉള്ള കൂട്ടുകെട്ടുണ്ടാവും. ആ ഒരു ഗ്യാങ്ങുകൾ കൂടിയിട്ടായിരിക്കും നമ്മൾ ടിക്കറ്റ് എടുക്കാനും ടിക്കറ്റ് മറച്ചടിക്കാനൊക്കെ നമ്മൾ പോകും. കാരണം അന്നൊക്കെ നമ്മുടെ കയ്യില് വലിയ തുച്ഛമായ വരുമാനം, പൈസ ഒന്നും ഇല്ല അന്ന് നമ്മുടെ കയ്യില്. അന്ന് നമുക്ക് കിട്ടുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതേപോലെ ടിക്കറ്റ് മറച്ചടിക്കുക, അങ്ങനെ വലിയ ചേട്ടന്മാരൊക്കെ ഉണ്ടാവും. അവരൊപ്പം പോയിട്ട് ടിക്കറ്റ് എടുക്കുക, ടിക്കറ്റ് ഒക്കെ എടുത്ത് മറച്ചടിക്കുക. അപ്പൊ അതിൽ നിന്ന് കിട്ടുന്ന ചെറിയ വരുമാനങ്ങളിൽ നിന്നൊക്കെ ആയിരിക്കും അന്ന് വട്ടച്ചെലവ് കാര്യങ്ങളൊക്കെ നടത്തിക്കൊണ്ടിരിക്കണേ. അപ്പൊ അന്ന് അതൊരു രസമായിരുന്നു. അപ്പൊ ഇന്ന് ഞാൻ ഈ ഒരു വീഡിയോ കണ്ടപ്പോ എനിക്ക് തോന്നിയതും അന്നത്തെ ആ ഒരു കാലഘട്ടത്തിലേക്കാണ് ഞാനും പോയത്. അതായത് ഇന്ന് ഉള്ള ആ ഒരു പിള്ളേർ ഇപ്പോഴും അതേപോലെ അന്ന് വെച്ചാൽ നമ്മുടെ ഒപ്പം കുറെ ചേട്ടന്മാരൊക്കെ ഉണ്ടാവും. ആ ഒരു ഫ്രണ്ട് റോയില് ഫുള്ള് ചേട്ടന്മാരായിരിക്കും നിൽക്കണേ. അപ്പൊ നമ്മൾ ചെറിയ പിള്ളേരാണല്ലോ. അപ്പൊ നമ്മളെല്ലാവരും ഇങ്ങനെ നിന്ന് അവരെ വെയിറ്റ് ചെയ്ത് കാണാൻ വന്ന് ചേട്ടന്മാട മാറിക്കടാ, ആ ഒരു റേഞ്ച് ഫീൽ ഉണ്ടായിരുന്നു. ഇന്നെന്ന് പറയുമ്പോൾ പിള്ളേര് മാത്രമേ നമുക്ക് ഇത് കാണാനുള്ളൂ. ഫുള്ള് പിള്ളേരാണ്, ആണായിക്കോട്ടെ പെൺപിള്ളേരായിക്കോട്ടെ എല്ലാവരും. കാരണം ആ ഒരു ഏജുള്ള ആൾക്കാർ ആരും ഇപ്പൊ അതില്ല. കാരണം വെച്ച് കഴിഞ്ഞാൽ ഒരു 90s കിഡ്സ് ഒക്കെ ആയിരിക്കും ആ ഒരു ഏജിൽ ഇപ്പൊ നമുക്ക് നിൽക്കാൻ പാകത്തിലുള്ള പിള്ളേരുള്ളൂ. അവരെല്ലാവരും പുറത്താണ്, പല ജോലികളും കാര്യങ്ങളൊക്കെ ആയിട്ട് എല്ലാവരും പുറത്തായിരിക്കും. അപ്പൊ ഇപ്പോഴുള്ള ഒരു 2K കിഡ്സ് പിള്ളേരായിരിക്കും ഈ ഒരു, എനിക്ക് തോന്നുന്ന ആ ഒരു നിൽക്കുന്നതിലെല്ലാം 2K കിഡ്സ് പിള്ളേർ. പക്ഷെ നമ്മുടെ ലാലേട്ടൻ സമ്മതിക്കണം അല്ലെ, ലാലേട്ടന്റെ ഈ ഒരു പടത്തിനല്ലാതെ ഇത്രയും ആളുകൾ വെയിറ്റ് ചെയ്ത് ഒരു ജനറേഷൻ ഗ്യാപ്പ് ഇല്ലാതെ നിൽക്കുന്നത് ആക്ച്വലി ഞാൻ ആദ്യമായിട്ടാണ് കാണുന്നത്. കാരണം വെച്ച് കഴിഞ്ഞാൽ ഒന്ന് ലാലേട്ടന്റെ ആ ഒരു ഹിസ്റ്ററി ഒന്ന് ചെക്ക് ചെയ്ത് നോക്കി. 1980, 70 കാലഘട്ടങ്ങളിലൊക്കെ തുടങ്ങി 90 2000 ആയി, 2022 വന്നു, 2023 വന്നു, 2024 വന്നു, 2020. ഇപ്പോഴും ആ ഒരു ലെജൻഡറി ആയിട്ടുള്ളൊരു സ്റ്റാർഡം അങ്ങനെ തന്നെ നിലനിർത്തിയത്. പണ്ട് ലാലേട്ടന്റെ ഞാനൊരു ഇന്റർവ്യൂ കണ്ടപ്പോ ലാലേട്ടൻ അതിനകത്ത് പറയണ്ടായിരുന്നു, അതായത് സൂപ്പർ സ്റ്റാർ എന്ന പദവി കൊടുക്കാൻ വേറൊരാള് വരുമ്പോ ഞാൻ ഒഴിഞ്ഞു മാറിയേക്കാം എന്ന് ലാലേട്ടൻ പറയുന്ന ആ ഒരു ഫീൽ, ആ ഒരു സ്റ്റേറ്റ്മെന്റ് ഉണ്ട്. ഇതുവരെ ആക്ച്വലി വേറൊരാള് വന്നിട്ടില്ല എന്നുള്ളതാണ് കേട്ടോ. ആ ഒരു സ്റ്റാർഡം ഫില്ല് ചെയ്യാനായിട്ട് വേറൊരാൾ ഇതുവരെ എത്തിയിട്ടില്ല എന്നുള്ളതാണ് നമുക്ക് ഇപ്പൊ കാണുന്ന ഈ ഒരു ലാലേട്ടന്റെ എംപുരാനിൽ വരെ നമുക്ക് കാണാൻ പറ്റുന്നത് അല്ലേ. ഒന്ന് ആലോചിച്ച് നോക്കിയാൽ മനുഷ്യന്റെ ആ ഒരു പവറില്ലേ, ആ ഒരു ലെവല്, ലെജൻഡറി ലെവൽ എന്നൊക്കെ പറഞ്ഞാൽ അതൊരു വേറെ ലെവല് തന്നെയാ. നമുക്കൊരു ഇമാജിൻ ചെയ്യാൻ പറ്റും. വേറൊരു നടന് അവകാശപ്പെടാൻ പറ്റുമോ? ഇപ്പോ പോട്ടെ, നമ്മുടെ മമ്മൂക്കിക്ക് പോലും അവകാശപ്പെടാൻ പറ്റാത്തൊരു ലെവലാണ് ആ ഒരു വ്യക്തിയുടെ പേഴ്സണാലിറ്റി. ഏതൊരു ഇന്റർവ്യൂലായാലും വളരെ സിമ്പിൾ ആയിട്ട് എന്ത് കേസ് മോനെ, ആ ഒരു വിനയഭാവമാണ് എനിക്ക് തോന്നുന്ന ലാലേട്ടനെ മറ്റുള്ളവരിൽ നിന്ന് ഒരു അറ്റൻഷൻ കൊടുക്കാനായിട്ടുള്ള ഒരു കാരണം എന്ന് എനിക്ക് പലപ്പോഴും തോന്നിയിട്ടുണ്ട്. കാരണം ഇപ്പോ വേറെ ഏത് നടന്മാരായിക്കോട്ടെ, അവര് അവരുടേതായ ഒരു ജാട ഫീലിംഗ് കാണിച്ചായിരിക്കും മീഡിയയുടെ മുമ്പിൽ അവർ പ്രസന്റ് ചെയ്യുമ്പോഴും അവര് സാധാരണ പോലെ. പക്ഷെ ലാലേട്ടൻ ആക്ച്വലി രണ്ട് മുഖമുണ്ട് എന്നുള്ളത് കറക്റ്റ് ആണ്. കാരണം ഇങ്ങനെയുള്ള ഒരു മനുഷ്യന്മാർക്ക് എല്ലാവർക്കും എപ്പോഴും രണ്ട് ഡ്യുവൽ പേഴ്സണാലിറ്റി എന്തായാലും ഉണ്ടാവും. കാരണം വെച്ച് കഴിഞ്ഞാൽ അതെനിക്ക് പലപ്പോഴും ഫീൽ ചെയ്തിട്ടുണ്ട്. കാരണം ഒരു മനുഷ്യനും അങ്ങനെ ചിരിച്ച് എപ്പോഴും ഡീൽ ചെയ്യാന്നുള്ളത് പോസിബിൾ അല്ല. അത് ആക്ച്വലി ഡ്രാമാറ്റിക് ആയിരിക്കും. ആക്ച്വലി ലാലേട്ടന്റെ ഈ ഒരു സംസാരത്തിലും ഈ ഒരു ശൈലിയും ആയിരിക്കാം ലാലേട്ടന്റെ വാട്ട് എവർ ഇറ്റ് ഈസ്. നമുക്ക് നോക്കേണ്ട കാര്യമില്ല, നമ്മുടെ മുമ്പിൽ എങ്ങനെ ഒരാൾ ബിഹേവ് ചെയ്യുന്നു എന്നുള്ളത് മാത്രം നമ്മൾ നോക്കിയാൽ മതി. ആ ഒരു കാര്യത്തില് ലാലേട്ടൻ 100% സക്സസ് ആയിട്ടുള്ള ഒരു വ്യക്തിയാണ്. അപ്പൊ നമ്മളും ഇങ്ങനെ കുറച്ച് കാര്യങ്ങളൊക്കെ നോക്കിക്കഴിഞ്ഞാൽ നമുക്കും സക്സസ് ആവാൻ പറ്റുന്ന ഒരു ടിപ്പാണ് കേട്ടോ. ജസ്റ്റ് നോട്ട് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഉപയോഗിക്കാൻ പറ്റും. അപ്പോൾ നമ്മുടെ ലാലേട്ടന്റെ ഭയങ്കരമായിട്ടുള്ള ഒരു വിജയമായിട്ടുള്ള ഒരു പടമായി മാറട്ടെ എമ്പുരാൻ എന്നുള്ളത്. കാരണം കുറെ തള്ളിമറയിലും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. എങ്കിൽ നമുക്ക് പടം കണ്ടാൽ മാത്രമാണ് ഇതിന്റെ ആക്ച്വൽ ആയിട്ടുള്ള ഒരു സ്റ്റേറ്റ്മെന്റ് എന്താണെന്നൊക്കെ നമുക്ക് പറയാൻ പറ്റുള്ളൂ. ഫാൻ ഷോ കണ്ടിട്ട് നമുക്ക് ഒന്നും പറയാൻ പറ്റില്ല. ആക്ച്വലി സാധാരണക്കാരായ ജനങ്ങൾ കയറണം, അതായത് ഒരു ഫാൻ ബേസിൽ എന്ന ഫാൻസുകാരല്ലാതെ ഒരു സാധാരണക്കാർ ഇൻഡിപെൻഡന്റ് ആയിട്ട് സംസാരിക്കാൻ പറ്റുന്ന ആളുകൾ കയറിയെങ്കിൽ മാത്രമാണ് ഈ പടം എന്താണ് എന്നുള്ളതിന്റെ ഒരു ആക്ച്വൽ വേർഷൻ നമുക്ക് അറിയാൻ പറ്റുള്ളൂ. അപ്പൊ നമുക്ക് എല്ലാവർക്കും വെയിറ്റ് ചെയ്യാം. ഞാനും നിങ്ങളെ പോലെ തന്നെ വെയിറ്റിംഗ് ആണ്. അപ്പോ ഞാനിപ്പോ വന്ന കാര്യം എന്തായിരുന്നു എന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ ആദ്യം പറഞ്ഞല്ലോ നമ്മുടെ എമ്പുരാൻ പടത്തിന്റെ ബുക്കിങ്ങുകൾ സ്റ്റാർട്ട് ചെയ്ത് തുടങ്ങി. ആ സ്റ്റാർട്ട് ചെയ്ത് തുടങ്ങിയ ടൈമില് വളരെ നിസ്സാര സമയം കൊണ്ട് എല്ലാ ടിക്കറ്റുകളും സോൾഡ് ഔട്ട് ആയി എന്നുള്ളതാണ് ഏറ്റവും വലിയൊരു കാര്യം. അതായത് ഇതുവരെ നമ്മൾ കണ്ടിരിക്കുന്ന ആ ഒരു
ലെവല്, അതായത് ബുക്കിങ്ങിന്റെ ലെവലുകൾ, കാര്യങ്ങൾ അല്ലെങ്കിൽ ആ റെക്കോർഡ്സ് എല്ലാം തകർത്തെറിയാൻ ഭാഗത്തിനാണ് നമ്മുടെ എമ്പുരാന്റെ ബുക്കിങ്ങുകൾ കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത്. ബുക്ക് മൈ ഷോ ഓരോ പ്രാവശ്യം നമ്മൾ എടുത്തു നോക്കുമ്പോൾ നമുക്ക് കാണാൻ പറ്റും ടക്ക ടക്ക ടക്കേന്നാണ് അതിന്റെ ബുക്കിങ്സുകൾ കയറിക്കൊണ്ടിരിക്കുന്നത്. അപ്പൊ നിങ്ങൾ എമ്പുരാൻ തിയേറ്ററിൽ പോയി കാണാൻ ആഗ്രഹിക്കുന്നുണ്ട് എന്നുണ്ടെങ്കിൽ ഐമാക്സ് തിയേറ്ററിൽ മാത്രം പോയി കാണാനായിട്ട് മാക്സിമം ട്രൈ ചെയ്യുക. എന്നാൽ നമ്മുടെ എല്ലായിടത്തും പോയി ഐമാക്സ് തിയേറ്ററിൽ ഇല്ലാത്തതുകൊണ്ട് നമ്മളത് തിയേറ്റർ എക്സ്പീരിയൻസ് ചെയ്യാൻ നമ്മൾ പോകും. പടം കാണാൻ നമ്മളെല്ലാവരും ഏത് തിയേറ്ററും പോകും. അപ്പൊ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം വെച്ച് കഴിഞ്ഞാൽ അതിന്റെ വൈഡ് ആംഗിൾ ആണോ അതിന്റെ തിയേറ്ററിന്റെ എക്സ്പീരിയൻസ് തരുന്നതെന്നുള്ളത് നിങ്ങളൊന്ന് ശ്രദ്ധിക്കണം. അപ്പോൾ നല്ലതായിരിക്കും. ഇല്ല നിങ്ങൾക്ക് അത് നോർമൽ തിയേറ്ററിലായാലും പോയി നമുക്ക് പടം കാണണമല്ലോ, ആ എക്സൈറ്റ്മെന്റ് നമുക്ക് പൊട്ടിക്കണമല്ലോ. അപ്പൊ എങ്കിൽ പോലും നിങ്ങൾ ഐമാക്സ് തിയേറ്ററിൽ ഒരു പ്രാവശ്യമെങ്കിലും പോയി കണ്ട് ഈ ഫിലിം എക്സ്പീരിയൻസ് ചെയ്യണം എന്ന് എൻ്റെ ഒരു അഭിപ്രായമാണ്. നിങ്ങൾക്ക് എങ്ങനെയാണല്ലോ എടുക്കാം, കാണാൻ പറ്റിക്കഴിഞ്ഞാൽ ഭയങ്കര അടിപൊളിയായിരിക്കും കേട്ടോ. ജസ്റ്റ് ഒന്ന് പോയി കണ്ടു നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായം പറയും. പിന്നെ ഇത് കാണുന്ന 90s കിഡ്സ് ഒക്കെ ഉണ്ടെങ്കിൽ ഞാൻ ആദ്യം പറഞ്ഞ ആ ഒരു ഗ്രഹാതുരത്വം ഉണർത്തുന്ന കുറച്ച് ഓർമ്മകൾ ഞാൻ പറഞ്ഞല്ലോ, ആ ഒരു ഓർമ്മ നിങ്ങൾക്ക് തോന്നിയിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് കമന്റ് ചെയ്തിട്ടുണ്ടോ.